ഷാനിമാഷയുടെ പ്രസംഗം മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പത്മനാഭന്റെ കഥ മോശമാണെന്ന് ഏതോ ഒന്ന്. അതിപ്പം കഥ മോശമാണെന്ന് MT യുടെ കഥ മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ MT എന്നോട് വിരോധം കാണിച്ചില്ല. അവന്റെ കഥ പൈങ്കിളിയാണെന്ന്, ഗൗരി പൈങ്കിളിയാണെന്ന്. അതെ, ഗൗരി പൈങ്കിളിയാണെന്ന് പറഞ്ഞു. കാരണം ആ തീമിലുള്ള ഒരുപാട് കഥ ഞാൻ വായിച്ചിരിക്കുന്നേ. അതുകൊണ്ട് അത് വെറും റെപ്പിറ്റേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊക്കെ ഒരു ഭിന്നാഭിപ്രായം പറയുമ്പോഴേക്ക് നമ്മൾ ശത്രുവാവുക. അവിടെയാണ് വ്യത്യാസം. ഞാൻ ഇത് പറയാം, ശങ്കരക്കുറുപ്പ് മാഷ് സത്യം പറഞ്ഞാൽ ഒരുപിടി ആളുകൾ ആരാധിക്കുന്ന കവിയായിരുന്നു ശങ്കരക്കുറുപ്പ് മാഷ്. എന്നിട്ട് ഞാനാണ് ഡെറിവേറ്റീവ് പോയിട്രിയാണ്, ഒറിജിനൽ പോയിട്രി അല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു പ്രസംഗമല്ല, ഒരു പുസ്തകമാണ് എഴുതിയത്. അത് ഇന്നും നിലനിൽക്കുന്ന പുസ്തകമാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും എന്നോട് സ്നേഹത്തിലാണ്. പിന്നെ അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിൽ സുഖക്കേട് വന്നപ്പോൾ പോഞ്ഞിക്കറാക്കി പറഞ്ഞു മാഷ കാണാൻ പോകണം. ഞാനും പോയി. അപ്പൊ എപ്പോഴും അദ്ദേഹം എന്നെ സുകുമാരാന്നാ വിളിക്കുക, അഴീക്കോടൊന്നും വിളിക്കില്ല. അപ്പൊ ഭാര്യ സുഭദ്ര സുകുമാരൻ വന്നിട്ടുണ്ട്, എന്തും കുടിക്കാൻ കൊടുക്കണ്ടേ. എനിക്കൊന്ന് കരച്ചിൽ വന്നുപോയി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ ഓളങ്ങളിൽ നിന്നുള്ള പുസ്തകം ഓട്ടോഗ്രാഫി ചെയ്ത് ഇപ്പോഴും എന്റെ ലൈബ്രറിയിലുണ്ട്. പഴയ എഴുത്തുകാർ ആ കൾച്ചറുള്ളവരാണ്. പത്മനാഭന്റെ മാതിരി കൾച്ചറല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പത്മനാഭൻ എന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ ഗൗരിയെപ്പറ്റി ഒരു ചെറിയ ഇത് പറഞ്ഞു എന്നല്ലാതെ പത്മനാഭൻ നല്ല. ഇതിനിടെ പക്ഷെ വേറൊന്നുകൂടെ പറഞ്ഞു. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എഴുതിയ ചെറിയകഥാകാരൻ പ്രകാശം പരത്തുന്ന ജോലി തന്റെ കഥാപാത്രത്തെ ഏൽപ്പിച്ച് ഇരുട്ട് പരത്തുന്ന ജോലിയിൽ വ്യാപരിക്കരുത് ഗ്രന്ഥകാരൻ എന്നൊന്ന് പറഞ്ഞു. അതിലുള്ള ജോക്കൊന്ന് മനസ്സിലായി. അത് എത്ര മനോഹരമായ പ്രയോഗമാണത്. അത് വിരോധമാണ്. ഇങ്ങനെയാണ്. എനിക്ക് ഒരാളോടും വിരോധമില്ല കേട്ടോ, ഒരാളോടും വിരോധമില്ല. ഞാൻ ഇതൊക്കെ മിക്കവാറും ഹാഫ് ജോക്കായിട്ട് എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇവരെന്റെ കോലം കത്തിക്കും തോറും എനിക്ക് ഒരു കോലം കത്തിച്ചാൽ ദൈവം എനിക്ക് 5 കൊല്ലം വയസ്സ് നീട്ടിത്തരും. അതുകൊണ്ട് സൂക്ഷിച്ച് കത്തിച്ചാൽ മതി. തമ്മിലുള്ള വിഷയത്തിൽ മധ്യസ്ഥം വഹിക്കാൻ അഴീക്കോട് മാഷ് ആളായിട്ടില്ല എന്ന് പറഞ്ഞു. മധ്യസ്ഥം വഹിക്കണമോ വിഷയത്തില് അമ്മയും തിലകൻ തമ്മിലുള്ള വിഷയത്തിൽ മധ്യസ്ഥം വഹിക്കാൻ അഴീക്കോട് മാഷ് ആളായിട്ടില്ല എന്നാണ് ഇന്നത്തെ. അത് വേറൊന്ന്. ഞാൻ ഇത് തൃശ്ശൂര് വെച്ച് മീഡിയക്കാരോട് അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്, മാഷക്ക് ഞാൻ പറഞ്ഞു ഞാൻ മധ്യസ്ഥനാവില്ല. ഒന്ന്, മധ്യസ്ഥനാകാനുള്ള ക്ഷമയില്ലാത്തവനാ ഞാൻ. രണ്ടാമത് അതിന് നേരവുമില്ല. ഇവര് രണ്ടുപേരും എന്നോട് ഏറെക്കുറെ ഈ നമ്മുടെ മോഹൻലാലില്ലേ അന്ന് സംഭാഷണം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു അഴീക്കോട് എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കലാകാരന്റെ വ്യക്തിത്വ സത്വമുണ്ടല്ലോ അത് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ദുരുപയോഗമാണ്. അതിനെ ഞാൻ എതിർത്തത്. അപ്പോൾ എതിർക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു 5-8 മാസം മുമ്പ് വരെ ഈ മലബാർ ഗോൾഡ് എന്നും പറഞ്ഞിട്ട് ഇയാൾ നിൽക്കുമ്പോൾ ഒരു യുവതി സുന്ദരി വരും. ആരാ? ഹേമമാലിനി. ഓർമ്മയുണ്ടോ? ഹേമമാലിനി വരുമ്പോ ഈ ആഭരണം ഇവിടെയാണ്. അപ്പൊ ഇയാൾ നെഞ്ചത്ത് തന്നെ നോക്കിയിട്ട് കലക്കിയിട്ടുണ്ട് എന്ന് പറയും. ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. ടിവിയിൽ കാണാറില്ല. അപ്പൊ ഞാനപ്പോ പറഞ്ഞു ഇത് 20 കൊല്ലം മുമ്പാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞതിന് ഈ പെണ്ണിന് ഒരു സഹോദരനുണ്ടെങ്കിൽ അവൻ അടിയും, അവന് യാതൊരു സംശയമില്ല, കലകിയിട്ടുണ്ടെന്ന്. അപ്പൊ എന്താണെന്ന് അവൾ അതിനപ്പുറത്ത് അപ്പൊ പിന്നെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാര് എന്റെ പെങ്ങളെ പറ്റി ഇങ്ങനെ മോഹൻലാൽ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും സങ്കടപ്പെടുന്നത്. നിങ്ങൾക്ക് അർഖ്യാതി ഉണ്ടാക്കല്ല, ഒരു വിറ്റ് പറയാണ്. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് തിലകന്റെ പ്രശ്നം അവസാനിച്ചാലും ഞാനിത് പറയും. കാരണം അപ്പൊ പുള്ളി എന്നോട് ഇതൊന്നും ഞാൻ അറിയില്ല കേട്ടോ, അയാൾ പറഞ്ഞിട്ട് ഞാൻ അറിയാം. സാറേ ഈ ഗോൾഫ് കളിക്കുന്ന ടെഡി വുഡ്സ് വലിയ പിന്നെ ഒരാളുടെ പേര് അമിതാഭ് ബച്ചൻ, ഇവരെല്ലാം വാണിജ്യത്തിന് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു മോഹൻലാല് നമ്മൾക്ക് ടെഡി വുഡ്സും